എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസികളെ കുറിച്ചുമാണ്. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിസക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ സമയങ്ങളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ ഒരുപാട് നിങ്ങളെ കാത്തിരിപ്പിക്കാതെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുമാനമാകുന്ന ഒരു തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളുമാണ് അതെല്ലാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഇൻ്റർവ്യൂ ഡേറ്റും അതേപോലെ തന്നെ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും എവിടേക്കൊക്കെയാണ് ഇൻ്റർവ്യൂ വേക്കൻസികൾ വന്നിട്ടുള്ളതെന്നും ആർക്കൊക്കെയാണ് ഇതിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇൻ്റർവ്യൂ ഉള്ള വേക്കൻസികളുണ്ട്, CV സെലക്ഷൻ ഉള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും കഴിയുന്നതായിരിക്കും. ഒട്ടുമിക്ക ഡീറ്റെയിൽസും ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മുഴുവനായി കണ്ട് വീഡിയോ മുഴുവനായി കണ്ട് ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ജോബാണെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. UAE അബുദാബിയിലേക്ക് മെയിൽ നേഴ്സസിനെ ആവശ്യമുണ്ട്. പുരുഷന്മാരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. BSc നേഴ്സിംഗ് പാസ്സായ അല്ലെങ്കിൽ GNM പാസ്സായ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ നേഴ്സസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത്. കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അർജന്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറിയും കാര്യങ്ങളൊക്കെ പറയുക. പക്ഷേ മികച്ച സാലറി ഉണ്ടായിരിക്കും, മറ്റു അലവൻസുകളും ഉണ്ടായിരിക്കും, മറ്റു ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും. സാലറി ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മികച്ച സാലറിയും മറ്റു കാര്യങ്ങളും തന്നെ ബെനിഫിറ്റുകളും ഉണ്ടായിരിക്കും എന്നത് ഉറപ്പാണ്. അപ്പോൾ അത് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. മെയിൽ നേഴ്സസിനെ മാത്രമേ ഈ അബുദാബിയിലേക്കുള്ള വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓർക്കുക, മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റാണ്, നിർബന്ധമാണ്. അങ്ങനെയുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് നിലവിലുള്ളതും ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നതുമായിട്ടുള്ളൊരു വേക്കൻസിയാണ്. സൗദി അറേബ്യയിലേക്ക് നേഴ്സസിനെ ആവശ്യമുണ്ട്. സൗദി അറേബ്യയിലെ ലീഡിംഗ് ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക്കിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. BSc നേഴ്സസിനെയും GNM നേഴ്സസിനെയുമാണ് ആവശ്യമുള്ളത്. 4000 സൗദി റിയാലായിരിക്കും BSc നേഴ്സസിന് ഉണ്ടാവുക. 3800 സൗദി റിയാലായിരിക്കും GNM നേഴ്സസിന് ഉണ്ടാവുക. അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഈ 2 വേക്കൻസികളിലേക്കും. പ്രോമെട്രിക് ആഫ്റ്റർ ജോയിനിങ്ങിലായിരിക്കും. ഒരു ലീഡിംഗ് ഹോസ്പിറ്റൽ ആൻഡ് പോളിക്ലിനിക്കിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. മിനിമം ഇന്ത്യൻ എക്സ്പീരിയൻസ് 3 വർഷം ഉണ്ടായിരിക്കണം. 3 വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് BSc നേഴ്സസ് ആണെങ്കിലും GNM നേഴ്സസ് ആണെങ്കിലും പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇതിന് ഇൻ്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് 31 തീയതിയാണ്. ഓഗസ്റ്റ് 31 തീയതിയാണ് ഇതിന് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ യോഗ്യതയുള്ള ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലെ പ്രമുഖ കൊറിയർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള കുറച്ചധികം വേക്കൻസികളാണ്. ഇതിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 30 തീയതിയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിലൊന്ന് നോക്കാം. വെയർഹൗസ് എക്സിക്യൂട്ടീവ്, വെയർഹൗസ് അസിസ്റ്റൻറ്റ്, സൂപ്പർവൈസർ, കൊറിയർ ബോയ്, ബൈക്ക്, അതേപോലെ തന്നെ ലൈറ്റ് ഡ്രൈവർ, ഇങ്ങനെയുള്ള വേക്കൻസികളാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പ്രമുഖ കൊറിയർ കമ്പനിയായ അജക്സ് കമ്പനിയിലേക്കാണ് ഇത്രയും അധികം വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഒരുപാട് വേക്കൻസികളുണ്ട്, ഓരോ പോസ്റ്റിലും ഒരുപാട് വേക്കൻസികളുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും എക്സ്പെൻസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വെയർഹൗസ് എക്സിക്യൂട്ടീവ് അതേപോലെ തന്നെ വെയർഹൗസ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ്. വെയർഹൗസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 2000 സൗദി റിയാലാണ് ഇതിലേക്ക് സാലറി ആയിട്ട് വരുന്നത്. അക്കോമഡേഷനും ഓവർ ടൈം എല്ലാം ഉണ്ടായിരിക്കും. 2000 സൗദി റിയാലാണ് സാലറി വരുന്നത്. ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരും ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉള്ളവരുമായിരിക്കണം. അതേപോലെ തന്നെ വെയർഹൗസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 1400 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും.
23-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ വെയർഹൗസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും വെയർഹൗസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും പരിഗണിക്കുകയുള്ളൂ. ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. 30-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ, യോഗ്യതയുള്ള താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അജാക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൂപ്പർവൈസറായിട്ടാണ്. സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. GCC എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 30-ാം തീയതി തന്നെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. 3000 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. 3000 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 65,000 രൂപയോളം വരും. ഇതിൽ ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് സൂപ്പർവൈസറായിട്ട്. 23-നും 38-നും ഇടയിൽ പ്രായമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മികച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 30-ാം തീയതിയാണ് ഇതിൻ്റെയും ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള, ക്വാളിഫിക്കേഷനുള്ള, യോഗ്യതയുള്ള, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇതേ കമ്പനിയിലേക്ക്, സൗദി അറേബ്യയിലെ ഈ അജാക്സ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയാണ് കൊറിയർ ബോയ് പോസ്റ്റിലേക്ക്. ബൈക്ക് റൈഡറായിട്ട്, ബൈക്ക് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ബൈക്കിൽ പോയിട്ട് കൊറിയർ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക, ഡെലിവറി ചെയ്യുക, ഇതായിരിക്കും നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുക. ഫ്രഷേഴ്സിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായാൽ മതി. 1400 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. 1400 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 31,000 ഇന്ത്യൻ രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. കൂടാതെ ഇതിന് പുറമെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും, മികച്ചൊരു ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും മാസം 1700 മിനിമം സമ്പാദിക്കാനുള്ള അവസരമുണ്ട്. 1700 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 38,000 ഇന്ത്യൻ രൂപയോളം വരും. എങ്ങനെ പോയാലും നിങ്ങൾക്ക് മിനിമം 1700 സമ്പാദിക്കാം. അതിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും എന്നേ ഉള്ളൂ, എന്തായാലും ഉണ്ടാവില്ല. 23-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അക്കോമഡേഷൻ, ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാൽ മതി. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയും ഇൻ്റർവ്യൂ 30-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്കും താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഉടൻ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന മറ്റൊരു അവസരമാണ് ഇതേ കമ്പനിയിലേക്ക്, അജാക്സ് ലോജിസ്റ്റിക്സ് സർവീസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ വേക്കൻസി. സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. ലൈറ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും GCC രാജ്യത്തെ അല്ലെങ്കിൽ സൗദിയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സാലറി വരുന്നത് 1700 സൗദി റിയാലായിരിക്കും. കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. 1700 പ്ലസ് ഇൻസെൻറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു മാസം 2000 സൗദി റിയാൽ സമ്പാദിക്കാനുള്ള വകുപ്പുണ്ട്. മിനിമം ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്കും മിനിമം 2000 സൗദി റിയാൽ സമ്പാദിക്കാൻ കഴിയും, ഇൻസെൻറ്റീവ് അടക്കം. അതിൽ കൂടുതൽ കിട്ടിയാൽ ആയി എന്നല്ലാതെ അതിൽ കുറവ് എന്തായാലും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 45,000 ഇന്ത്യൻ രൂപയോളായിരിക്കും നിങ്ങൾക്ക് മാസം സമ്പാദിക്കാൻ കഴിയുക. 23-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ജോബിൻ്റെയും ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള, യോഗ്യതയുള്ള, ലൈസൻസ് എല്ലാമുള്ള, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസിയും ലൊക്കേഷനും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ്. കുവൈത്തിലെ KNPC പെട്രോൾ പമ്പിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട്. പമ്പ് അറ്റൻഡൻസ് ആയിട്ടും സ്റ്റേഷൻ ഫോർമാൻ, കാർ വാഷ് അറ്റൻഡൻസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികളുള്ളത്. ഒരുപാടധികം വേക്കൻസികളാണ് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം 415ഓളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കുവൈത്തിലെ KNPC പെട്രോൾ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. പമ്പ് അറ്റൻഡൻസ്, സ്റ്റേഷൻ ഫോർമാൻ, കാർ വാഷ് അറ്റൻഡൻസ്, ഇത്രയും ഈ പോസ്റ്റുകളിലേക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു 415ഓളം പേരെയാണ് ആവശ്യമുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ പമ്പ് അറ്റൻഡൻസ് ആയിട്ട് 300 പേരെയാണ് ആവശ്യം. 110 കുവൈത്ത് ദിനാറായിരിക്കും സാലറി. കൂടാതെ
ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 110 കുവൈറ്റ് ദിനാർക്ക് പുറമെ ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓവർ ടൈമും എടുക്കാവുന്നതാണ്. സ്റ്റേഷൻ ഫോർമാൻ പോസ്റ്റിലേക്ക് 15 പേരെയാണ് ആവശ്യം. 150 കുവൈറ്റ് ദിനാറായിരിക്കും സാലറി. ഫുഡ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാലറിക്ക് പുറമെ ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാർ വാഷ് അറ്റൻഡൻസ് ആയിട്ടും 100ഓളം പേരെയാണ് ആവശ്യമുള്ളത്. 110 കുവൈറ്റ് ദിനാർ സാലറി, ഫുഡ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈം ഉണ്ടായിരിക്കും. എല്ലാ പോസ്റ്റുകളിലേക്കും അക്കോമഡേഷനും അവൈലബിൾ ആണ്. പമ്പ് അറ്റൻഡൻസ് പോസ്റ്റിലേക്ക് SSLC പാസ്സായിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്നവരെയാണ് ആവശ്യമുള്ളത്. അതേപോലെ കണക്കിൽ കഴിവുള്ളവരായിരിക്കണം. കണക്കിൽ കഴിവെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലല്ല. അതായത് ഇപ്പോൾ 100 ദിനാറിന് ഒരു വണ്ടിയിലേക്ക് എണ്ണ അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 50 ദിനാറിന് എണ്ണയിൽ അടിക്കുകയാണെങ്കിൽ അവർ 100 ദിനാർ തരുമ്പോൾ തിരിച്ച് 50 ദിനാറാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ. ബാക്കി എത്ര 17 ദിനാർ അടിക്കുകയാണെങ്കിൽ 50 ദിനാർ തന്നു കഴിഞ്ഞാൽ ബാക്കി 33 ദിനാർ കൊടുക്കണം. അങ്ങനെയുള്ള ബാക്കി കൊടുക്കേണ്ടതും അതേപോലെ തന്നെ വാങ്ങേണ്ടതും ക്യാഷ് കൈകാര്യം ചെയ്യാനുള്ള, കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റേഷൻ ഫോർമാൻ, അതേപോലെ തന്നെ കാർ വാഷ് അറ്റൻഡൻസിലൊക്കെ എക്സ്പീരിയൻസ് വേണം. കാർ വാഷിലൊക്കെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് CV കാണിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇപ്പോൾ CV ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ പോസ്റ്റുകളിലേക്കും ഫുഡ് അലവൻസും അക്കോമഡേഷനും മെഡിക്കൽ ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 22-നും 37-നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ 3 പോസ്റ്റുകളിലേക്കും പരിഗണിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും കഴിയുന്നവരായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് മുൻഗണനയുണ്ടായിരിക്കും. ഒറിജിനൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. പമ്പ് അറ്റൻഡൻസ് പോസ്റ്റിലേക്കൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. CV സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. CV ഷോർട്ട് ലിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ്. ഖത്തറിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് നിരവധിയധികം വേക്കൻസികളുണ്ട്. ദോഹ പെട്രോളിയത്തിലേക്കാണ് ഈ വേക്കൻസികളിലൊക്കെ വന്നിട്ടുള്ളത്. ഖത്തറിലെ ദോഹ പെട്രോളിയം കമ്പനിയിലേക്കാണ് ഈ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ചിട്ട് സെപ്റ്റംബർ 2-ാം തീയതി തിങ്കളാഴ്ച നടക്കാൻ പോവുകയാണ്. നമുക്ക് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. വാൾവ് ഫോർമാൻ, QC ഇൻസ്പെക്ടർ വാൾവ് ടെക്നീഷ്യൻ, പെയിൻറ്റിംഗ് സൂപ്പർവൈസർ, QC ഇൻസ്പെക്ടർ വെൽഡിംഗ്, QC ഇൻസ്പെക്ടർ വെൽഡിംഗ് ആൻഡ് പെയിൻറ്റിംഗ്, QC ഇൻസ്പെക്ടർ മോട്ടോർ ഷോപ്പ്, റിഗ്ഗിംഗ് സൂപ്പർവൈസർ, കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ, ക്വാണ്ടിറ്റി സർവേയർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ മെക്കാനിക്കൽ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ മെക്കാനിക്കൽ. ഇത്രയും അധികം വേക്കൻസികളാണുള്ളത്. എല്ലാ വേക്കൻസികളിലേക്കും ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മറ്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതില്ല. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അല്ല ഇന്ത്യക്ക് പുറത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അത് ഗൾഫോ യൂറോപ്പോ എവിടെയോ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാരെ മാത്രമേ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. ദോഹ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് ഈ ഇത്രയും അധികം വേക്കൻസികളുള്ളത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. 200-ന് പുറമെ 200-300ഓളം വേക്കൻസികളാണ് ഈ എല്ലാ പോസ്റ്റുകളിലേക്കായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതും ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. 2-ാം തീയതി ഇൻ്റർവ്യൂ വരുന്നത് 2-ാം തീയതിയാണ്. സാലറിയും കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുന്നത്. അപ്പോൾ സാലറി കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് യോഗ്യതയുള്ളവർ മെസ്സേജ് അയക്കുക. അല്ലാത്തവർ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കേണ്ടതില്ല. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് എയർപോർട്ട് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സാസ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. സൗദി അമേഡ് ഫോർ എയർപോർട്ട് സർവീസ് ആൻഡ് എയർ ട്രാൻസ്പോർട്ട് സപ്പോർട്ട്. ഇതാണ് ഇസാസ് എന്ന കമ്പനിയുടെ ഫുൾ ഫോം. റിയാദിലേക്കാണ് എയർപോർട്ട് ബസ് ഡ്രൈവർമാരെ ആവശ്യമുള്ളത്. 1600 സൗദി റിയാലായിരിക്കും സാലറി. കൂടാതെ 8 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക. അതിൽ 2 മണിക്കൂർ ഫിക്സഡ് OT-ആണ്. ടോട്ടൽ 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 1600 പ്ലസ് ഓവർ ടൈമിന് അങ്ങനെ ഏകദേശം ഒരു 1800 1900 റിയാൽ നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ കഴിയും. GCC ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കും. അത് ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, മീഡിയം ആണെങ്കിലും കുഴപ്പമില്ല, ഹെവി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ GCC മറ്റേതെങ്കിലും സൗദി അല്ലാത്ത മറ്റേതെങ്കിലും GCC രാജ്യത്തെ ലൈസൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ
വാലിഡ് നിർബന്ധമാണ്. ഇതിലേക്കും 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സൂം ഇൻ്റർവ്യൂ ആണ് റിയാദിലെ ഈ ഒരു എയർപോർട്ട് ബസ് ഡ്രൈവർ പോസ്റ്റിലേക്ക്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഓർക്കുക, ബേസിക് ഇംഗ്ലീഷ് അല്ല ഇവിടെ വേണ്ടത്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. അങ്ങനെയുള്ളവർ മാത്രം യോഗ്യതയുള്ളവർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യേണ്ട. സൂം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നൊരു വേക്കൻസി കൂടിയാണിത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ ഖലീജ് ട്രേഡിംഗ് കമ്പനിയിലേക്കുള്ളൊരു വേക്കൻസിയാണ്. റിയാദിലേക്കുള്ള വേക്കൻസിയാണ്. റിയാദിലൊരു കമ്പനിയാണ് ഖലീജ് ട്രേഡിംഗ് കമ്പനി. അവിടേക്ക് ഡ്രൈവർമാരെയും ജനറൽ ലേബേഴ്സിനെയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഡ്രൈവർമാരായിട്ട് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ബേസിക് ഇംഗ്ലീഷ് നോളജ്, എഴുതാനും വായിക്കാനും സംസാരിക്കാനും ബേസിക് ആയിട്ട് അറിയുന്നവരെയാണ് ആവശ്യം. ജനറൽ ലേബറായിട്ട് പെസ്റ്റ് ആൻഡ് അനിമൽ കൺട്രോൾ അത് കഴിവുള്ളവരെയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അനിമൽ കൺട്രോൾ അതുപോലെ തന്നെ പെസ്റ്റ് ആ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അങ്ങനെയുള്ളവരെ മാത്രം ഇതിലേക്ക് അപേക്ഷിച്ചാൽ മതി. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കണ്ട. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. 2 പോസ്റ്റിലേക്കും, ഡ്രൈവർ പോസ്റ്റിലേക്കും ജനറൽ ലേബർ പോസ്റ്റിലേക്കും 1500 റിയാലാണ് സാലറി. അക്കോമഡേഷൻ ഉണ്ട്. സൂം ഇൻ്റർവ്യൂ ആണ്. റിയാദിലെ ഖലീജ് ട്രേഡിംഗ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലേക്ക് ഒരു ഡയറക്റ്റ് കമ്പനി വിസ, എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകാൻ കഴിയുന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, അതേപോലെ തന്നെ HVAC ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ കം പ്ലംബറായിട്ട് 10 പേരെയും HVAC ടെക്നീഷ്യനായിട്ട് 10 പേരെയുമാണ് ആവശ്യമുള്ളത്. ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പോസ്റ്റിലേക്ക് സാലറി വരുന്നത് 220 ഒമാർ റിയാലും, HVAC ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 270 ഒമാർ റിയാലാണ് സാലറി വരുന്നത്. GCC എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ്. വീക്ക്ലി ഡേ ഓഫ് ഉണ്ടായിരിക്കും. റിലേജൻ പ്രശ്നമല്ല. 38 വയസ്സ് പ്രായപരിധി. 38 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ECR പാസ്പോർട്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് കമ്പനി എംപ്ലോയ്മെൻറ്റ് വിസയാണ്. അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഒമാനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ആയിട്ടോ അല്ലെങ്കിൽ HVAC ടെക്നീഷ്യൻ ആയിട്ട് GCC എക്സ്പീരിയൻസ് ഉള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ള ECNR പാസ്പോർട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഉടൻ തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലേക്ക് ആനിമൽ ഫുഡ് ഫാക്ടറിയിലേക്ക് 10 ഫാക്ടറി ജനറൽ ലേബേഴ്സിനെ ആവശ്യമുണ്ട്. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഫുഡ് ഉണ്ടാവുകയില്ല. 1200 സൗദി റിയാലാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് സാലറി ആയിട്ടുണ്ടാവുക. സൗദി അറേബ്യയിലെ ഒരു അനിമൽ ഫുഡ് ഫാക്ടറിയിലേക്കാണ് ഈ 10ഓളം ജനറൽ ലേബേഴ്സിന് ആവശ്യമുള്ളത്. മലയാളീസിനെ, കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 10 പേരെയാണ് ആവശ്യം. 9 മണിക്കൂർ ഡ്യൂട്ടി, 1200 സൗദി റിയാലായിരിക്കും സാലറി. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. 35 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഉടൻ തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണിത്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും റിയാദിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ റിയാദ് സർവീസിലേക്ക് 50 ഇൻഡോർ ക്ലീനേഴ്സിനെ ആവശ്യമുണ്ട്. ഒരുപാടധികം പേര് നമുക്ക് ക്ലീനിങ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു വേക്കൻസിയാണ്. ഇതിലേക്ക് 50ഓളം പേരെയാണ് ആവശ്യമുള്ളത്. ECNR പാസ്പോർട്ടുകൾ പരിഗണിക്കും. 10ാം ക്ലാസ് പാസ് അല്ലാത്തവർക്കും 10ാം ക്ലാസ് പാസ്സായവർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് പോവാം. 10 മണിക്കൂർ ഡ്യൂട്ടി, ഓവർ ടൈം എടുക്കാം. 1100 സൗദി റിയാലാണ് സാലറി വരുന്നത്. 1100. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് CV സെലക്ഷൻ ആദ്യം ഉണ്ടാവുക. CV സെലക്ഷന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പോകാൻ കഴിയുക. ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഒരു ജോലിയിലേക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം 2 മാസം ഇതിനുള്ളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കയറി പോകാൻ കഴിയുന്ന വേക്കൻസിയാണ്. സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി. ഷിർക്ക ഇസാദ് ടാലൻസ് കമ്പനിയിലേക്ക് 20ഓളം ബസ് ഡ്രൈവർമാരെ, കോസ്റ്റർ ബസ് ഡ്രൈവർമാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. 1800 നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ല,
ടാലൻസ് കമ്പനിയിലേക്കാണ് കേട്ടോ. പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. 1800 സൗദി റിയാലാണ് സാലറി വരുന്നത്. 1800 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 41,000 ഇന്ത്യൻ രൂപയോളം വരും. 10 മണിക്കൂർ ഡ്യൂട്ടി, നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം. എനി സൗദി ലൈസൻസ്, അതായത് ലൈറ്റ് അല്ലെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക. അത് വാലിഡ് ആയാലും കുഴപ്പമില്ല, എക്സ്പേർട്ട് ആണെങ്കിലും കുഴപ്പമില്ല. ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് നോളജ് ഉണ്ടായിരിക്കണം. മറ്റു GCC ലൈസൻസ് ഉള്ളവരെയും അതേപോലെ തന്നെ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല. ഇന്ത്യൻ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലൈസൻസ് മാത്രമുള്ളവരെ കേട്ടോ, അങ്ങനെയുള്ളവരെ പരിഗണിക്കില്ല. സൗദി ലൈറ്റ് അല്ലെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 10 മണിക്കൂർ ഡ്യൂട്ടി, ഓവർ ടൈം ഉണ്ടായിരിക്കും. 1800 ഫിക്സഡ് സാലറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു 2,000-2,100 റിയാൽ വരെയൊക്കെ സമ്പാദിക്കാനുള്ള എൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ കമ്പനിയിലെ എംപ്ലോയീസിനെ ഡ്രോപ്പ് ചെയ്യുക, പിക്ക് ചെയ്യുക, ഇതായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV സെലക്ഷൻ ആദ്യം ഉണ്ടാവുക. CV സെലക്ഷൻ റിസൾട്ട് കിട്ടിയ ശേഷമായിരിക്കും ബാക്കി വിസ പ്രൊസീജിയർ കിടക്കുക. CV സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിലേക്കാണ് അയച്ചു കൊടുക്കുക. കമ്പനിയിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ളൊരു സമയമാണ് ഇതിൽ കുറച്ചധികം എടുക്കുക. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിസ പ്രൊസീജിയറിൻ്റെ ഒരു ടൈം എടുക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. 38 വയസ്സിന് താഴെ പ്രായമുള്ളവർ മാത്രമേ എടുക്കുകയുള്ളൂ. യോഗ്യതയുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ. ഒരാൾ ജോലി റെഡി ആയി കഴിഞ്ഞാൽ, നമ്മൾ മുഖേന ഒരാൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അത് ഓർക്കുക. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് അടുത്ത വേക്കൻസി എന്താണെന്ന് നോക്കാം. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. ഒരു 2-3 ദിവസം മുന്നേ 2-3 പേര് തള്ളലല്ല, കാര്യം പറയാണ്, 2-3 പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഹൗസ് ഡ്രൈവറായിട്ട് ഫ്രഷേഴ്സിന്, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഹൗസ് ഡ്രൈവറായിട്ട് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല, അങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടില്ല. ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷെ നമുക്കൊരു പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഹൗസ് ഡ്രൈവറായിട്ട് സൗദി അറേബ്യയിലേക്ക് കേരള കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട്. കേരളത്തിലുള്ളവരെയാണ് ആവശ്യം. ECR പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കില്ല. ECNR, അതായത് SLC ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ ECNR പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. 40 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഹൗസ് ഡ്രൈവറായിട്ട് 1,300 റിയാലായിരിക്കും നിങ്ങൾക്ക് ഫിക്സഡ് സാലറി ഉണ്ടാവുക. കൂടാതെ 200 റിയാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ടും കിട്ടും. അങ്ങനെ 1,500 റിയാലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. പിന്നെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഹൗസ് ഡ്രൈവറായിട്ട് ഫ്രഷേഴ്സിന്, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾക്ക് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അന്ന് മെസ്സേജ് അയച്ചവരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ കഴിയുന്നതാണ്. നിങ്ങൾ നമ്പർ സേവ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ CV-യിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷൻസും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ നമ്പർ കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ CV ഡ്രൈവിംഗ്, വണ്ടി ഓടിക്കുന്ന വീഡിയോ, അതായത് കാറിലേക്ക് കയറുന്ന, അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് ഒരാൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് മൊബൈൽ ഷൂട്ട് ചെയ്യുക, നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്, അങ്ങനെയുള്ളൊരു വീഡിയോ, അതേപോലെ തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തന്നോളൂ. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. അപ്പോൾ ലൈറ്റ് ഫ്രഷേഴ്സിനെ പറ്റിയിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കുറച്ചധികം വലിയ ഫ്രഷറിന് പറ്റിയിട്ടുള്ള, അതായത് ട്രെയിലർ ഡ്രൈവർമാർക്ക് പറ്റിയിട്ടുള്ള ഒരു വേക്കൻസിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഷിർക്ക-ഇ ജബലയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സാലറി വരുന്നത് 1,500 റിയാലാണ്. 500 റിയാൽ, 1,500 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏകദേശം 33,000 രൂപയാണ്. പക്ഷേ 1,500 റിയാലുള്ള 33,000 രൂപയുള്ള ട്രെയിലർ ഡ്രൈവറിനെ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ട്രിപ്പ് അലവൻസ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന ഏത് ട്രെയിലർ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരോടും ചോദിച്ചാൽ മനസ്സിലാവും, അവർക്ക് ഫിക്സഡ് സാലറി കുറവായിരിക്കും, പക്ഷേ ട്രിപ്പ് അലവൻസ് വേണം അവരൊക്കെ ജീവിച്ചു പോകുന്നത്. കാരണം നല്ലൊരു സംഖ്യ ട്രിപ്പ് അലവൻസ്. നിങ്ങൾ പണിയെടുക്കാൻ മടിയില്ലാത്തവനാണെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പ് അലവൻസിന് തന്നെ സുഖമായിട്ട് കാര്യങ്ങൾ നടത്തി പോകാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. ട്രിപ്പ് അലവൻസ് നന്നായിട്ട് കിട്ടും. കൂടാതെ ഈ ഒരു കമ്പനി അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 40 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യയിൽ, നമ്മുടെ നാട്ടിൽ 12 വീലിന് മുകളിലുള്ള 12 വീലോ അതിന് മുകളിലുള്ള വണ്ടികൾ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ജോലി നേടാവുന്നതാണ്. ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് മറക്കണ്ട.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടോളൂ. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട. അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലെ മീഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സൗദി അറേബ്യയിലെ മീഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് 50ഓളം പേരെ ആവശ്യമുണ്ട്. മെർച്ചൻഡൈസർ, സ്റ്റോർ കീപ്പർ, ഹെൽപ്പർ പോസ്റ്റുകളിലേക്കായിട്ട് 50ഓളം പേരെയാണ് ആവശ്യമുള്ളത്. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി. ECR, ECNR പാസ്പോർട്ടുകൾ പരിഗണിക്കും. സാലറി വരുന്നത് 1400 സൗദി റിയാലാണ്. 11 മണിക്കൂർ ഡ്യൂട്ടി. കമ്പനി ഓവർ ടൈം എടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. ഇംഗ്ലീഷ് വായിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം. 36 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സൂം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക.